വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ ലെമൺ റൈസാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. യാത്ര പോകുമ്പോഴും ലഞ്ചായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൈസാണിത്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോഴേക്കും ഒരു 4 ഉണക്കമുളക് 2ആയിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക്, ഏകദേശം 2 ടേബിൾ സ്പൂണോളം പൊട്ടുകടല, കുറച്ച് കശുവണ്ടി പരിപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് ബ്രൗൺ നിറമാവുന്നതുവരെ ഒന്ന് വറുത്തെടുക്കാം. കുട്ടികൾക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ കൊടുത്തു വിടാനൊക്കെ പറ്റിയ നല്ലൊരു റൈസാണ് ലെമൺ റൈസ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു പിടി മുരിങ്ങയില ഇടുകയാണ്. മുരിങ്ങയില വേണമെങ്കിൽ ഇട്ടാൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇപ്പം ഞാൻ മുരിങ്ങയില ഇടണം. ഞാൻ മിക്കവാറും എല്ലാത്തിലും മുരിങ്ങയില ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ മുരിങ്ങയില ഇട്ടു. മുരിങ്ങയില നന്നായിട്ടൊന്ന് വഴറ്റി വരണം. ഒരു 300 ഗ്രാം ബസുമതി റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇരട്ടി വെള്ളം വെച്ച് വേവിച്ചു അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കൂട്ടിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് കായം, ഇനി കുറച്ച് ഉപ്പ് പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അരി വേവിച്ച് ഊറ്റി വെച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ആ വേവിച്ച അരി നമുക്കിപ്പം ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. മുരിങ്ങയിലയും ഇതൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വേവിച്ച് വെച്ച ബസുമതി റൈസ് 300 ഗ്രാം ഇതിലേക്ക് തട്ടി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. മുരിങ്ങയില ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. ഇടുന്നുണ്ട് കുഴപ്പമില്ല, കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു നാരങ്ങയുടെ നീരാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നാരങ്ങയുടെ പുളി നോക്കിയിട്ട് നമുക്കത് ഒഴിക്കേണ്ടി വരും. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടെ നാരങ്ങയുടെ നീര് ഒഴിക്കേണ്ടി വരും. പുളി ആവശ്യത്തിനുണ്ടെങ്കിൽ ഞാനൊരു വലിയ നാരങ്ങയുടെ നീരാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട, അല്ലാതെ തന്നെ വെറും റൈസ് കഴിക്കാനായിട്ട് അപ്പോൾ അത്രയ്ക്ക് നല്ല സ്വാദുള്ളൊരു റൈസാണ് ലെമൺ റൈസ്. ഇനിയിപ്പോൾ ഒരു 3 തണ്ട് മല്ലിയിലയും കൂടെ ഞാൻ ഇതിലൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണ് ലെമൺ റൈസ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.